ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു കമൻറ്റിലൊരു ഡൗട്ട് കണ്ടു. ആ ഡൗട്ടിന് മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഈ പരകായ പ്രവേശനം ചെയ്ത ഒരാൾക്ക് ഒരു സോളിന് നമ്മളെ അടുത്തേക്ക് വരാൻ പറ്റുമോ? ഒരുപാട് കാലം ആരാധിച്ച മൂർത്തികളൊക്കെ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. ചില ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ചില ട്രാൻസിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതിനെ പറ്റി. ഇതൊരു ബേസിക്കായിട്ട് പൊതുവേ നമ്മുടെ നാട്ടുമ്പുറത്ത് കണ്ടുവരുന്ന ഒരു ഡൗട്ടാണ്. പ്രത്യേകിച്ച് ഈ സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഈ തിയോളജികൾ, മിത്തോളജികളൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത്തരം കഥകൾക്ക് നല്ല വൈഡ് സ്പ്രെഡ് റെക്കഗ്നിഷനുണ്ട്. നമുക്ക് ഇതിന് രണ്ട് ഉത്തരവുണ്ട് ആക്ച്വലി. അതായത് ഒന്നൊരു വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഹാലൂസിനേഷൻ വളരെ സയൻറ്റിഫിക് ആസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട് എന്നുള്ളൊരു വാസ്തവികതയാണ്. നമ്മൾ ഇതെല്ലാം സ്പിരിച്വൽ ലെവലിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുക്തി, കോമൺ സെൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റിലോട്ട് വരാം. രണ്ടാമത്തെ ആസ്പെക്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂർത്തിയെ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഇമാജിൻ ചെയ്യുന്നോ അത്രത്തോളം ആ സോളിന് അല്ലെങ്കിൽ ആ ഒരു മൂർത്തിക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രൊജക്ഷൻ ഉണ്ടാവും എന്നുള്ള സത്യമാണ്. കാരണം ഒരു സൈക്കിക്ക് നിങ്ങളൊരു ഗണപതിയെ സ്ഥിരമായി ആരാധിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ മനനം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ രൂപം ഇമാജിൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു അല്പം സെൻസിറ്റിവിറ്റി ഉള്ള സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാൾക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബാക്കിൽ ഈ ദൈവത്തിൻ്റെ രൂപവും കാണാൻ സാധിച്ചെന്നിരിക്കും. ഇതിങ്ങനെ സംഭവിച്ചതായിട്ട് പാരാസൈക്കോളജിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആധികാരികതയെ പറ്റി എനിക്കറിയില്ല, പക്ഷേ ഇത് വർക്കാവുന്ന ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്. നോക്കൂ, അപ്പോഴും ഇത് യാഥാർത്ഥ്യമാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അവിടെ ഒരു പ്രൊജക്ഷൻ സംഭവിക്കുകയാണ്. നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ബോധം, നമ്മുടെ യഥാർത്ഥ സെൽഫിന് എന്തും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ബോധത്തിൽ നിന്നാണ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ തൊട്ട് തുടങ്ങി കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നക്ഷത്രം പോലും നമ്മുടെ ബോധത്തിൽ നിന്നുണ്ടായതാണ്. അവിടെ ഈ പറയുന്ന സോക്കോൾഡ് ഒരു സൂപ്പർ നാച്ചുറൽ എഫക്റ്റ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ബോധത്തിന് വെറും ഒരു കടൽ തീരത്ത് കിടന്ന ഒരു മണൽത്തരി സൃഷ്ടിക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് സൃഷ്ടിക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസിലേക്ക് പോകുന്നു. ഈ ദൈവവുമായിട്ട് ഇപ്പോൾ തെയ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവകോലം കെട്ടുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചപ്പാട് വെളിപ്പെടുമ്പോൾ നോക്കൂ, ഇന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. ഞാൻ ആത്മാർത്ഥമായ ട്രാൻസിലേക്ക് പോയ ഒരാളെ നേരിട്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എനിക്ക്. അതായത് ഒരു അമ്പലത്തിലോ ഒരു വെളിച്ചപ്പാടോ ഒരു തെയ്യമോ ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സംഭവിച്ചിട്ടുണ്ടാവാൻ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ഇതിന് ലൈവിൽ എക്സ്പീരിയൻസ് ഉള്ളൂ. ആ എക്സ്പീരിയൻസിലൊന്നും അതൊരു നാച്ചുറലായി സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല. ആ ഒരു മൂഡ്, ആ ഒരു സിറ്റുവേഷനൊക്കെ ചില ആൾക്കാരെ ഇങ്ങനെ ആയില്ലെങ്കിൽ, ഞാനിപ്പോൾ വെളിച്ചപ്പാട് വെളിപ്പെട്ടില്ലെങ്കിൽ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് വെളിപ്പെടുന്നത് വെളിച്ചപ്പാടുമാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ശരിക്കും ആ ഒരു ട്രാൻസിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്ന ആളുകൾ പലയിടത്തും ഉള്ളതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ ആദിവാസി ഊരുകളിലാണ് ഇത് ജെനുവിൻ ഇതുപോലുള്ള തുള്ളലുകൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദിവാസി അങ്ങനെയുള്ള ആളുകൾ, ആദിവാസി എന്ന് പറയുക ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ പറയുന്ന അത്തരം ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് സംഭവിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടാകുന്നതിൻ്റെ കാരണം അവരുടെ ലൈഫ് ഇപ്പോഴും നേച്ചറുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി കിടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പലരുടെയും ലൈഫ് അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ, ഫോൺ തൊട്ട് തുടങ്ങി നമ്മുടെ അറ്റൻഷൻ കാർവ് ചെയ്ത് തിന്നുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ചുറ്റുമുണ്ട്, ഒരുപാട് ടെക്നോളജി നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ടെക്നോളജി എല്ലാം കാരണം നമ്മുടെ പലരുടെയും ബേസിക്കായിട്ട് ബ്രെയിൻ എന്ന് പറയുന്ന ഈ ടൂള്, ഈ സ്ഥൂല ശരീരത്തിനെ ഈ ശുദ്ധബോധത്തിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൂളായ ബ്രെയിൻ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണ്, ഇതിൻ്റെ കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി കുറയുകയാണ്. അത് കാരണം നമ്മുടെ സെൻസിറ്റിവിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെ ഇല്ല. അങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാരെ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ യാഥാസ്ഥികമായിട്ട് സംഭവിക്കുന്ന ആ ഒരു തുള്ളൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോവുകയാണ്. ഈ ഇത്തരം ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ അധികം എത്താത്ത ആളുകൾക്ക് നേച്ചറുമായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഒരു ടെക്നോളജി, ഇപ്പോൾ കറണ്ട്, വെള്ളം അത് ഉപയോഗിക്കാതിരിക്കുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഫോണ്, ടി വി, റേഡിയോ തുടങ്ങി അല്ലെങ്കിൽ ഒരു പത്രം പോലും ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു മാസം താമസിച്ച് നോക്കും. എവിടെ താമസിച്ചാലും കുഴപ്പമില്ല. നിങ്ങളൊരു സിറ്റിയുടെ നടുക്ക് താമസിച്ചാൽ പോലും കുഴപ്പമില്ല.
നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കൂടും, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുമെന്നുള്ളതൊരു വാസ്തവികതയാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ അവർക്ക് ജെനുവിനായിട്ടുള്ള ട്രാൻസിലേക്ക് പോകാൻ സാധിക്കും. ഇനി ഈ ജെനുവിനായിട്ടുള്ള ട്രാൻസിൽ ശരിക്കും ദൈവം വരുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു മൂർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണോ എന്ന് നോക്കൂ. ചില സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ചില കാവുകളിൽ, ചില സ്പോട്ട്, പ്രത്യേകിച്ച് ഈ മലകളിൽ അല്ലെങ്കിൽ കാടുകളിലൊക്കെ ചില സ്പോട്ടുകളിൽ ചില എനർജി ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതിന് പല കാരണങ്ങൾ, പല സാഹചര്യങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് കൊണ്ടാണ് ഈ എനർജി ഫീൽഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനവിടെ സ്ഥിരമായി ആരാധിച്ചു കൊണ്ടിരുന്ന ആ ആരാധനാമൂർത്തിയെ ആരാധിച്ചിരുന്ന അവിടെ വന്നിരുന്ന ഭക്തന്മാരുടെ വിശ്വാസമായിരിക്കാം ചിലപ്പോൾ അവിടെ ആ മൂർത്തിയെ സൃഷ്ടിക്കുന്നത്, അതിന് ശക്തി കൊടുക്കുന്നത്. ആ ഇതിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ദിവ്യഭാവത്തിലോട്ട് മാറാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് അവിടെ ആരാധിക്കാനായിട്ട് നൂറ്റാണ്ടുകളോളം വന്നു പോയ ആളുകളുടെ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ഷനിൽ നിന്നുണ്ടാവുന്ന ഒരു ബിഹേവിയറും ഒരു പാറ്റേണും ഉണ്ട് ആ ദൈവത്തിന്. ആ ബിഹേവിയറും പാറ്റേണുമാണ് ഇയാളുടെ ഈ ട്രാൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഒരു വളരെ സൈക്കിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എനർജി ഫീൽഡ് റൈസ് ചെയ്യപ്പെട്ട ഒരാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഒരു മെമ്മറി ആയിരിക്കാം ഇയാൾ അക്സസ് ചെയ്യുന്നതാണ്. പാരാസൈക്കോളജിയുടെ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അയാളുടെ ഒരു മെമ്മറി ആയിരിക്കും ഇയാൾ ഒരു സമയത്തേക്ക് കടമെടുക്കുന്നത്. അത് എക്സാജുറേഷനിൽ ഇയാളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയും ആ മറ്റേ ആളുടെ മെമ്മറിയും ഇതെല്ലാം കൂടി ഒരു ഫൈറ്റ് നടക്കും. ആ ഒരു ഫൈറ്റിലാണ് അവർ വിഭ്രാന്തിയിലേക്ക് പോവുകയും ലാസ്റ്റ് ആ ഫൈറ്റിൻ്റെ അവസാനത്തിൽ അവർ തളർന്നു വീഴുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഈ പറയുന്ന ഇതിൻ്റെ ഒരു പോസിബിലിറ്റി, ഈ ഒരു സയൻറ്റിഫിക് പോസിബിലിറ്റിയും അല്ലാതൊരു തിയറൈസിങ് പോസിബിലിറ്റിയെ പറ്റി ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മെറ്റാഫിസിക്കൽ റിയാലിറ്റീസ്, അല്ലെങ്കിൽ ഈ പഴയ ഒരാളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നു, നമ്മൾ ദൈവമായിട്ട് മാറുന്നു, ദൈവത്തെ പോലെ തുള്ളുന്നു, പ്രവർത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങളെപ്പറ്റി. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും അദ്വൈത കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഇതെല്ലാം ഒരു മായയാണ്. നമ്മൾ എത്രത്തോളം പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ മായയിലോട്ട് ഇൻവോൾവ് ആയി പോയിക്കൊണ്ടിരിക്കും. എത്രത്തോളം എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാകുന്നു അത്രത്തോളം നമ്മൾ മായയിലോട്ട് ഇൻവോൾവ് ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി കൂടിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവവും ഒരു എക്സ്പീരിയൻസും ഇല്ലാതാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. ശുദ്ധബോധത്തിലോട്ട് പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു കുട്ടി വിചാരിക്കുന്ന ഒരു സിനിമ സത്യമാണെന്ന്, എന്നാൽ ഒരു കുട്ടിയേക്കാൾ വലിയ ആൾ വെളിയിൽ നിൽക്കുമ്പോൾ അയാൾക്കറിയാം ഇത് സിനിമയാണ്, സത്യമല്ല, ഇത് സത്യമാണെന്ന് വിചാരിക്കുന്ന ഇവൻ എത്ര മണ്ടനാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. സെയിം സിറ്റുവേഷനാണ് ഇവിടെ. ഈ ട്രാൻസും മായയൊക്കെ കാണുമ്പോൾ ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ദൈവമെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കുക. അത് ആ കുട്ടിയാണ്. ഇതിന് പുറമേ നിൽക്കുന്ന ഒരു വലിയ ആൾക്ക് ഇത് വെറും ഒരു മായയാണ്, അല്ലെങ്കിൽ ഇത് വെറും ഒരു ഇല്യൂഷനാണ്, ഇതൊരു സിനിമയാണെന്ന് തോന്നേണ്ടി വരും. നമ്മൾ ആ അൾട്ടിമേറ്റ് റിയാലിറ്റി മനസ്സിലാക്കുക, ഇത്തരം പ്രൊജക്ഷൻസ് ഇല്ലാതാക്കുക, ബേസിക് റിയാലിറ്റിയിലോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനം തരാൻ കഴിയുന്നത്, ഏറ്റവും ഹയർ അവസ്ഥയുമാണ്. മനസ്സിനും ഇമാജിനേഷനും വല്ലാത്ത ശക്തിയുണ്ട്. നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ലോകങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ അതൊക്കെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റും ചെയ്തെന്ന് വരാം. പക്ഷെ അതെല്ലാം നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ദൂരോട്ട് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പുള്ളി ചോദിച്ചാൽ വേറൊരു കാര്യം, ഈ പരകായ പ്രവേശനം ചെയ്ത് സോളിന് ഇങ്ങനെ വേറൊരാളുടെ അടുത്തേക്ക് വരാൻ സാധിക്കും. നമുക്ക് ഈ സോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, അത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ മെമ്മറീസിൽ നിന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അടിച്ചേൽപ്പിച്ചത്, നമ്മൾ അബ്സോർബ് ചെയ്തെടുത്തതുമായ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ ഈ ശരീരത്തെ പറ്റിയല്ലേ പറയുന്നത്, ഉള്ളിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഒരു ഇമാജിനേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതില്ല. പിന്നെ അതല്ലാതെ ഉള്ളത് യഥാർത്ഥിതമായ നമ്മുടെ സെൽഫാണ്. അതായത് എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്ത് പോകുന്ന ശുദ്ധമായ ബോധമാണ്. ശുദ്ധമായ ബോധം എല്ലാ ഇടത്തും എല്ലാ സമയത്തും എല്ലാ കാലത്തിലും ദേശത്തിലും ഒരെണ്ണമേ ഉള്ളൂ. ആ ഒന്നാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത്. അത് ഒന്നെന്ന് തമ്മിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ സ്ഥലമോ സമയമോ രൂപമോ ഫിസിക്കൽ റിയാലിറ്റി ഒന്നുമില്ല. അപ്പോൾ അത് ഒന്നെന്നോ രണ്ടെന്നോ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അത് എക്സ്പ്ലെയിനബിൾ അല്ല. അതാണ് അത്ര തന്നെ, അത് അത്രേ ഉള്ളൂ. അപ്പം അതായിട്ട് നിൽക്കുമ്പോൾ ഈ പരകായ പ്രവേശനം ചെയ്തു വരുന്ന സോൾ എവിടെയാണ്? ഇപ്പം അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് എല്ലായിടത്തും അത് തന്നെയാണ്.
അപ്പോൾ വേറൊരാളുടെ സോൾ എൻ്റെ സോൾ അങ്ങനെയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരാസൈക്കോളജി പ്രകാരം ചില ആളുകളുടെ മെമ്മറി മറ്റു ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം. അത് ഈ പണ്ടത്തെ ഈ തന്ത്രയിലൊക്കെ പറയുന്നുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അറിവുമില്ല അങ്ങനെ ചെയ്യാൻ സാധിച്ചതായിട്ട്. അങ്ങനെ ചെയ്യുന്ന യോഗികളാരെയും ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ചില ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുടെ മെമ്മറി, അല്ലെങ്കിൽ മരിച്ചു പോയ ആളുടെ മെമ്മറി, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ആളുടെ മെമ്മറി ചിലപ്പോൾ ആക്സസ് ചെയ്തെന്നിരിക്കാം. അത് പലപ്പോഴും സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ പ്രകൃതിയിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇപ്പോൾ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പാസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അനുഭവം ഈ പ്രസൻറ്റിൻ്റെ അതേ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മെമ്മറി ഈ കുട്ടി ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി ആക്സസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇയാൾക്ക് മറ്റേ ആളുടെ അനുഭവം പറയാൻ സാധിക്കുന്നു എന്നാണ് പാരാസൈക്കോളജി പറയുന്നത്. അല്ലാതെ ഒരു സോൾ ഇങ്ങനെ ഇറങ്ങി ഒരു ശരീരത്തിൽ നിന്ന് മറ്റേ ശരീരത്തിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പരകായ പ്രവേശനം ചെയ്ത് പോകുന്നതായിട്ട് പാരാസൈക്കോളജി പറയുന്നില്ല. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. താങ്ക് യു.